മുനിശാപത്താൽ യാദവ ബാലൻ ഇരുമ്പുലക്ക പ്രസവിച്ചു. ആ ഇരുമ്പുലക്ക കൊണ്ട് യാദവ കുലം തമ്മിലടിച്ച് നശിച്ചുപോയി. ഈ കഥയ്ക്ക് എന്താണ് ഇവിടെ ഒരു പ്രസക്തി എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. മഹാഭാരതത്തിലെ പ്രസിദ്ധമായ ആ കഥയ്ക്ക് ആധുനിക ഭാരതത്തിന്റെ രാഷ്ട്രീയത്തിലും വളരെ പ്രധാനമുണ്ട്. ഇവിടെ ഈ ഇരുമ്പുലക്ക കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ഭാരതത്തിന്റെ ഭാവി പ്രധാനമന്ത്രി എന്ന് വർഷകാലങ്ങളായി നമ്മൾ കേൾക്കുന്ന, എന്നും ഭാവി പ്രധാനമന്ത്രിയായി മാത്രം ഇരിക്കുന്ന, കോൺഗ്രസ് പാർട്ടി ദേശീയ നേതാവായിട്ടും ഭാവി പ്രധാനമന്ത്രിയായും ഉയർത്തിക്കാട്ടുന്ന രാഹുൽ ഗാന്ധി എന്ന നേതാവിന് ഭാരതത്തിന്റെ ദേശീയതയിലോ ഭാരതത്തിന്റെ നയങ്ങളിലോ അല്ലെങ്കിൽ ഭാരതത്തെ എങ്ങനെ നയിക്കണമെന്ന ഒരു കാഴ്ചപ്പാടോ ഇല്ലാതെ പാർലമെന്റിലും പാർലമെന്റിന് പുറത്തും വെറുമൊരു കോമാളി വേഷം കെട്ടി നടക്കുന്ന ആ ഒരു നേതാവിനെയാണ് കോൺഗ്രസ് പാർട്ടി ഭാരതത്തിന്റെ ഭാവി പ്രധാനമന്ത്രിയായും കോൺഗ്രസിന്റെ ഭാവി നേതാവായും ഉയർത്തിക്കാട്ടുന്നത്. ഇത് കാണുമ്പോഴാണ് ഈ ഇരുമ്പുലക്കയുടെ കഥ ഓർമ്മ വരുന്നത്. ഭാരതം വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഭാരതത്തിന്റെ ജനങ്ങളും ഭാരതത്തിന് പുറത്തുള്ള വിദേശ രാജ്യങ്ങളുമെല്ലാം ഭാരതത്തിന് സമ്പൂർണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെ വെറും കോമാളിയായി പാർലമെന്റിന് പുറത്തും അകത്തും രാഷ്ട്ര താല്പര്യത്തിനും രാഷ്ട്രത്തിന്റെ വിദേശ നയത്തിനും രാഷ്ട്രം കൈക്കൊള്ളുന്ന ആ ഒരു സമയത്തെ നടപടികൾക്കുമൊക്കെ വിരുദ്ധമായിക്കൊണ്ട് ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുവാനും അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ ശത്രു രാജ്യത്തിന് രാഷ്ട്രീയ ആയുധമാക്കുന്നതിനും വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. തന്റെ ചുറ്റിനുമുള്ള തന്നെ പുകഴ്ത്തി നടക്കുന്ന ഒരു ഉപജാപക സംഘത്തിന്റെ മധ്യത്തിലെ കോമാളി വേഷം കെട്ടി അരങ്ങേറുന്ന ഈ ഒരു നേതാവിന് എങ്ങനെയാണ് കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ഭാരതത്തിന്റെ ഭാവി പ്രധാനമന്ത്രിയാകാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ഭാരതത്തെ നയിക്കാൻ സാധിക്കുന്നത്? എന്തായാലും അത്തരത്തിലുള്ള ഒരു ബുദ്ധിമോശമൊന്നും ഭാരതത്തിലെ ജനങ്ങൾ കാട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഭാരതം എന്നും ഭാരതമായി നിലനിൽക്കുന്നത്. സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്ന ചില ആളുകളുണ്ട്. മാതാവിൻ്റെയോ പിതാവിൻ്റെയോ മരണശേഷം അതിൻ്റെ കോമ്പൻസേഷനായിട്ട് ഡെത്ത് കാർണസായിട്ട് സർക്കാർ ജോലി ലഭിക്കുന്ന ചില ആൾക്കാരുണ്ട്. നെഹ്റു കുടുംബത്തിന്റെ പൈതൃകം പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാം തന്നെ അങ്ങനെയുള്ളൊരു മരണത്തിന് കോമ്പൻസേഷനായിട്ട് കിട്ടുന്ന ഒരു പദവിയാണ് പലപ്പോഴും പ്രധാനമന്ത്രി പദം. നെഹ്റുവിന് ശേഷം ഇന്ദിരയുടെ മരണത്തിന് ശേഷം രാജീവ് ഗാന്ധിയുടെ മരണശേഷം ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞത് കൊണ്ട് പിന്നീട് ആരും അവിടെ നിന്നൊരു പ്രധാനമന്ത്രിയാകാൻ വന്നില്ല എന്ന് പറയാൻ സാധിക്കില്ല. അതിന് കച്ചകെട്ടി ഇറങ്ങിയെങ്കിലും ചില നിയമപ്രശ്നങ്ങൾ സുബ്രഹ്മണ്യ സ്വാമി ഉയർത്തിക്കാണിച്ചത് കൊണ്ട് സോണിയാഗാന്ധിക്ക് ആ പദവിയിലിരിക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇന്നും നെഹ്റുവിന്റെ പൈതൃകം പറഞ്ഞ് പണ്ട് ഉപ്പാപ്പൊക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തഴമ്പ് തപ്പി നോക്കുന്ന ആ ഒരു കോൺഗ്രസിന് അല്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധിക്ക് തൻ്റെ മാതാവിൻ്റെ പൈതൃകം ഒന്നും പറഞ്ഞ് ശോഭിക്കാൻ സാധിക്കില്ല. മാതാവിനെ കുറിച്ചോ മാതാവിൻ്റെ ത്യാഗത്തെക്കുറിച്ചോ പൈതൃകത്തെക്കുറിച്ചോ ഒന്നും കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ ഒരക്ഷരം മിണ്ടുന്നില്ല. മിണ്ടുന്നതാകട്ടെ തൻ്റെ പിതാവിൻ്റെയും പിതാമഹന്റെയും തൻ്റെ മുത്തശ്ശിയുടെയൊക്കെ ത്യാഗസമ്പൂർണമായ കഥകളുടെ പരിവേഷങ്ങളും അത് പറഞ്ഞ് കോൺഗ്രസിനെ നയിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഈ ഒരു അഭിനവ ഇരുമ്പുലക്കയെ കോൺഗ്രസ് പാർട്ടിയും ഭാരതത്തിലെ ജനങ്ങളും തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടത്തിലേക്ക് ഈ രാഷ്ട്രീയ പാർട്ടി കടപ്പതിക്കും. ഭരണം കൈയാളാൻ ഏതെങ്കിലും ഒരു സാഹചര്യം ലഭിച്ചാൽ ഈ രാഷ്ട്രവും ആ യാദവകുലത്തിന്റെ അവസ്ഥയിലേക്ക് പോകുമെന്നാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ
എല്ലാം തന്നെ ഈ പറഞ്ഞ മഹാന്റെ പ്രസ്താവനകളും പ്രവർത്തനങ്ങളും കണ്ടാൽ മനസ്സിലാക്കണം.